जय जय दुर्गे जय जय भद्रे जय जय लक्ष्मी जय सरस्वती जय जय दुर्गे जय जय भद्रे जय जय लक्ष्मी जय सरस्वती जय जय दुर्गे जय जय भद्रे जय जय लक्ष्मी जय सरस्वती जय जय दुर्गे जय जय भद्रे जय जय लक्ष्मी जय सरस्वती ഒടുകിടട്ടെ നിൻകൃപാവൃതമെന്നിൽ ഒടുങ്ങട്ടെ മമ ദുരിതരാശികൾ കഴുകി നീക്കുകൻ മനമതിയുള്ള അഴുക്കുകളെല്ലാം അഖിലനായികേ ജയ ജയ ദുർഗേ ജയ ജയ ഭദ്രേ ജയ ജയ ലക്ഷ്മി ജയ സരസ്വതി ജയ ജയ ദുർഗേ ജയ ജയ ഭദ്രേ ജയ ജയ ലക്ഷ്മി ജയ സരസ്വതി പരപരിഹാസം പരവിനിന്ദനം പരാവരേളനം പരനിരോധവും പരാധിവൃത്തിയിൽ അസൂയയും വരാതിരിക്കുക കൃതങ്കരാളത്തിൽ ജയ ജയ ദുർഗേ ജയ ജയ ഭദ്രേ ജയ ജയ ലക്ഷ്മി ജയ സരസ്വതി പരന്റെ മേലകം കുളിർപ്പാനും പരന്റെ സൗഖ്യത്തിൽ സ്വയം ശോധിക്കാനും പരന്റെ ദുഃഖത്തിൽ അകമലിയാനും വരം തരികയെ കൃഷ്ണരായിനി ജയ ജയ ദുർഗേ ജയ ജയ ഭദ്രേ ജയ ജയ ലക്ഷ്മി ജയ സരസ്വതി പരന്നു വേദനപ്പെടുന്ന വാക്കുകൾ ഒരിക്കലും മമ മുഖത്തൊരിക്കല വരുന്ന ദുഃഖങ്ങൾ സഹിക്കുവാൻ മനക്കരുത്തു തന്നനു ഗ്രഹിക്കവേണമേ ജയ 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 ദുർഗേ ജയ ജയ ഭദ്രേ ജയ ജയ ലക്ഷ്മി ജയ സരസ്വതി ഹരമദബഹുമതി വളർത്തിയും ഹരധനമതി കൊതിയഴാതെയും ഹരന്റെ ദോഷങ്ങൾ ഉരച്ചിടാതെയും പരാൽപരം പദം അണഞ്ഞിടാവോ ഞാൻ ജയ ജയ ദുർഗേ ജയ ജയ ഭദ്രേ ജയ ജയ ലക്ഷ്മി ജയ സരസ്വതി അറിയിടുന്നു തന്നുപദേശം കിട്ടും അറിഞ്ഞതൻകൾക്കു പകർന്നു നൽകിയും ഹരന്നു വേണ്ടി സൽപ്രവൃത്തികൾ ചെയ്ത് നിരന്തരം ഭവസ്തുതി ചെയ്താവു ഞാൻ ജയ ജയ ദുർഗേ ജയ ജയ ഭദ്രേ ജയ ജയ ലക്ഷ്മി ജയ സരസ്വതി വിനയമന്മനമതിൽ വളരുവാൻ വിനകളൊക്കെയൊഴിഞ്ഞു പോകുവാൻ നിനവുകളെല്ലാം വിശുദ്ധമാകുവാൻ ജനനി നിൻ പദം ഭജിച്ചിടുന്നു ഞാൻ ജയ ജയ ദുർഗേ ജയ ജയ ഭദ്രേ ജയ ജയ ലക്ഷ്മി ജയ സരസ്വതി വിനയമന്മനമതിൽ വളരുവാൻ വിനകളൊക്കെയൊഴിഞ്ഞു പോകുവാൻ നിനവുകളെല്ലാം വിശുദ്ധമാക്കുവാൻ ജനനി നിൻ പദം ഭജിച്ചിടാവു ഞാൻ ജയ ജയ ദുർഗേ ജയ ജയ ഭദ്രേ ജയ ജയ ലക്ഷ്മി ജയ സരസ്വതി ജയ ജയ ദുർഗേ ജയ ജയ ഭദ്രേ ജയ ജയ
जय जय लक्ष्मी जय सरस्वती सर्वत्र देवी नाम सङ्कीर्तनं എല്ലാവരും ഏറ്റുചൊല്ലുക. കാർത്യായനി മഹാമായേ ഭവാനി ഭുവനേശ്വരി സംസാരസാഗരേ മഗ്നം മാമുദ്ധര കൃപാമയേ ब्रह्मविष्णु शिवाराध्ये प्रसीद जगदम्बिके मनोभिलषितं देवी वरं देहि नमोऽस्तुते काळिकाळि महाकाळि भद्रकाळि नमोऽस्तुते कुलं च कुलधर्मं च मां च पालय पालय शरणागतदीनार्त परित्राणपरायणे सर्वस्यार्तिहरे देवी नारायणी नमोऽस्तुते नमस्तेऽस्तु महामाये श्रीपीठे सुरपूजिते शङ्खचक्रगदाहस्ते महालक्ष्मी नमोऽस्तुते सरस्वती नमस्तुभ्यं वरदे कामरूपिणी विद्यारम्भं करिष्यामि सिद्धिर्भवतु मे सदा सर्वमङ्गलमाङ्गल्ये शिवे सर्वार्थसाधके शरण्ये त्र्यम्बके गौरी नारायणी नमोऽस्तुते नारायणी नमोऽस्तुते सर्वत्र देवी नाम सङ्कीर्तनं ശ്രീമദ് ദേവി ഭാഗവതത്തിന്റെ മഹാത്മ്യം 5 അധ്യായങ്ങളിൽ കൂടെയാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. അതിവിടെ ആദ്യം പാരായണം ചെയ്യുക എന്നുള്ളതാണ് മുഖ്യം. മലയാളത്തിലായതുകൊണ്ട് വിസ്തരിച്ചിട്ടുള്ളൊരു കഥാഖ്യാനം ആവശ്യമില്ല. പ്രധാനമായ കാര്യങ്ങളൊന്ന് പറയുകയേ വേണ്ടൂ. അപ്പോൾ നിങ്ങളെല്ലാവരും ശ്രദ്ധയോടുകൂടി ഇരിക്കുക. നമ്മുടെ ദേവിയുടെ അനുഗ്രഹത്തിന് പാത്രീഭവിച്ചും കൊണ്ട് സങ്കല്പം ചെയ്ത് പ്രാർത്ഥന ചെയ്ത് ആരംഭിച്ചിരിക്കുകയാണ്. ശ്രീ ജഗദംബികയും ശ്രീ ധർമ്മശാസ്താവും ശ്രീ മഹാഗണപതിയും സുബ്രഹ്മണ്യസ്വാമിയും ശ്രീ മഹാദേവനും ശ്രീകൃഷ്ണ ഭഗവാനും നവഗ്രഹങ്ങളും എല്ലാം നമ്മളിവിടെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദേവതാ സങ്കല്പങ്ങളുടെയും ചൈതന്യങ്ങളുടെയും അനുഗ്രഹം നമുക്ക് ഏവർക്കും ഉണ്ടാകട്ടെ, ഈ യജ്ഞത്തിനുണ്ടാകട്ടെ. ഈ ഒരു യജ്ഞം നിമിത്തം വ്യക്തികളായിട്ടുള്ള നമുക്കും കുടുംബത്തിനും കുടുംബാംഗങ്ങൾക്കും ഈ ദേശത്തിനും ഈ ക്ഷേത്രത്തിനും ഇവിടെ ആരാധനയ്ക്കെത്തുന്ന എല്ലാവർക്കും ഐശ്വര്യവും ശാന്തിയും സമാധാനവും അവസാനം ഈശ്വരപ്രാപ്തിയും ഉണ്ടാകട്ടെ എന്നുള്ള സങ്കല്പത്തോടുകൂടി നിർവഹിക്കുകയാണ്. നിങ്ങളെല്ലാവരുടെയും അനുവാദത്തോടുകൂടി ഈ യജ്ഞം നമ്മൾ പാരായണത്തോടുകൂടി ആരംഭിക്കുകയാണ്. സർവത്ര ദേവീനാമ സങ്കീർത്തനം സർവത്ര ദേവീനാമ സങ്കീർത്തനം സർവത്ര ദേവീനാമ സങ്കീർത്തനം ശ്രീ ദുർഗാദേവ്യൈ നമഃ. ശ്രീമദ്ദേവി ഭാഗവതമാഹാത്മ്യം
ഒന്നാം അധ്യായം. വിശ്വം സൃഷ്ടിച്ചു കാത്തുങ്ങൊടുവിനവതു ഹരിക്കാനുമാ സർഗരക്ഷാ സംഹാരകാരയാളത്തുമലൊരു കളിപ്പാട്ടമാവരാഖ്യ പശ്യന്തി മധ്യമാഖ്യാതനു ഭഗവത്യാഖ്യാതയാ ബ്രഹ്മമുഖ്യന്മാർക്കും സമ്പൂജ്യവാക്കിൽ തെളിവൊടു മരണം വൈഖരി വർണ്ണരൂപ. നാരായണനെയും മർത്യോത്തമനാം നരനെയുമേ വാണിയെയും വ്യാസനെയും പണിഞ്ഞു ജയമോദിടാം. ഋഷികൾ പറഞ്ഞു ഉള്ളം കവരും മാറേറെ പുണ്യസൽക്കഥ ചൊല്ലുവാൻ സൂതവാഴുക നീ നീണാൾ വ്യാസശിഷ്യ മഹാമതേ. പാപങ്ങൾ പോക്കും ശ്രീവിഷ്ണുചരിതം പുണ്യമദ്ഭുതം ഭക്തിപൂർവം കേട്ടു ഞങ്ങൾ അവതാര വിശേഷവും ശിവസകഥയും ഭസ്മരുദ്രാക്ഷചരിതങ്ങളും തന്മാഹാത്മ്യങ്ങളും ശ്രീതിഹാസം നീ ചൊന്നുകേട്ടുതേ. ഉത്തമോത്തമമായി മർത്യർക്കേതും ആയാസമെന്നിയേ ഭുക്തിയും മുക്തിയും സിദ്ധികളും കലിയുഗത്തിലും നൽകും തത്വം കഥിച്ചാലും അത് കേൾക്കാൻ കൊതിക്കയാം കാൺമീല നിന്നേക്കാൾ മീതെ ആരെയും ശങ്ക തീർക്കുവാൻ. സൂതൻ ചൊല്ലി ചോദ്യം നന്നായി മഹാന്മാരെ ചൊല്ലൻ ലോകഹിതാർത്ഥമായി എല്ലാ ശാസ്ത്രങ്ങളിലും വെച്ചു സാരമായുള്ളതിൽ ഞാൻ ദേവീ ഭാഗവതം നന്നായി കേൾക്കും നാൾ വരെ മാത്രമേ ഊറ്റം കൊള്ളുകയുള്ളൂ തീർത്ഥങ്ങൾ പുരാണങ്ങൾ വ്രതങ്ങളും. ദേവീ ഭാഗവതാഖ്യം വെൺമഴുകിട്ടും വരയ്ക്കുമേ പാവക്കാടിൻ കൊടുമുള്ളാൽ ക്ലേശം മർത്യർക്കു വന്നിടൂ. ദേവി ഭാഗവതോഷസ്സിന്നാളും നീളും വരയ്ക്കുമാ ദുർനിമിത്തക്കൂരിട്ടു ബാധിക്കൂ മർത്യരാശിയെ. ഋഷികൾ ചോദിച്ചു സൂതസൂത മഹാഭാഗ ചൊന്നാലും പണ്ഡിതോത്തമ എമ്മട്ടിലാണ് പുരാണം കേൾക്കേണ്ടും വിധിയെന്തുവാൻ. എത്ര നാൾ കൊണ്ടു കേൾക്കേണം പൂജാക്രമം എന്തുവാൻ. ആരാർ മുമ്പത് കേട്ടോദഭിഷ്ടങ്ങൾ അണഞ്ഞതും. സൂതൻ ചൊല്ലി പരാശരനു വിഷ്ണുവംശമായി പുരാ ദാശകന്യയിൽ പിറന്ന മുനി നാലാക്കി വേദം ശിഷ്യരോടോദിനാൻ. ഭ്രഷ്ടരും പ്രാപ്തരും വേദാനർഹരും സ്ത്രീജനങ്ങളും ദുർബുദ്ധികളും അപ്പെണ്ണം ധർമ്മമെന്തെന്നറിഞ്ഞിടും. ഏവം ചിന്തിച്ചു ഭഗവാൻ ബാദരായണനാം ഋഷി പുരാണ സംഹിതകളെ ഓർത്താൻ ധർമ്മം വിധിക്കുവാൻ. 18 പുരാണങ്ങൾ നിർമ്മിച്ചു ഭഗവാൻ മുനി പഠിപ്പിച്ചാനെന്നയാൾ ഭാരതാഖ്യാനവും തഥാ. അതിൽ ദേവീ ഭാഗവതം പുരാണം ബോധമോക്ഷതം ഓതിക്കൊടുത്താൻ ജനമേജയെന്നു മുനിതാൻ സ്വയം. പണ്ടച്ഛനാം പരീക്ഷിത്തു ദക്ഷഹാഗി കടിച്ചുടൻ മരിക്കയാ തദ്ഗതിയെ ഓർത്തു നാളും പതാൽ നൃപൻ. കേട്ടാൻ വ്യാസമുഖത്താരിൽ നിന്നും ഭാഗവതം ശുഭം വിധി പോലെയും അമ്മൂലമാക്കേശിയെ പൂജ ചെയ്തുതാൻ. നവാഹയജ്ഞം മുഴുകിച്ചിടവേ ദിവ്യരൂപനായി പരീക്ഷിത്താം നൃപൻ ദേവീ സാലോക്യം പൂണ്ടു തക്ഷണം. പിതാവിൻ ദിവ്യനദിയെ കണ്ടുടൻ ജനമേജയൻ വ്യാസ ഋഷിയെ സമർപ്പിച്ചു ഉണ്ടാൻ ഉത്തമ നിർവൃതി. 18 പുരാണത്തിൽ വെച്ചും എത്രയും ഉത്തമം ദേവീ ഭാഗവതം തന്നെ ധർമ്മകാമാർത്ഥമോക്ഷദം. ദേവീ ഭാഗവതം ഭക്തിപൂർവമെന്നും ശ്രമിക്കുകിൽ ക്ഷിപ്രസിദ്ധി വരും സേവ്യമതുതാനെന്നുമാകയാൽ. നാളോ പാതി അതിൽ പാതി മുഹൂർത്തം ക്ഷണനേരമോ ഭക്തിയുക്തിതു കേട്ടാലും വരാ ദുർഗതിയേതുമേ. യജ്ഞം തീർത്ഥം വ്രതം ദാനം മറ്റും കൊണ്ടിടുമാഫലം ഒരിക്കലീ ഭാഗവതം കേട്ടാലും നരനാർന്നിടും. കൃതാദിയിൽ ധർമ്മമുണ്ടു പലതും കലീങ്കരോ
പുരാണം കേൾക്കയെന്നല്ലാതില്ല മറ്റൊരു ധർമ്മവും. ധർമ്മചാരാദിയെല്ലാം വിട്ടൽപായുസായ മർത്യനെ കലിയിൽ കരകേറ്റാനായി നിർമ്മിച്ചാൻ വ്യാസനീ സുധാ. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. അമൃതത്താൽ ഒരാൾ മാത്രം അമരനാവുകിൽ ദേവീ കഥാമൃതം ചേർക്കും അമർത്യത്വം കുലത്തിനും. ഇല്ല ഇതിൽ ദിനമാസാദി നിയമാവലി ഒന്നുമേ എന്നും നരന്മാർക്കേ പുരാണം സേവ്യമെപ്പോഴും. കന്നിയിൽ ധനുമാസത്തിൽ മീനത്തിൽ മിഥുനത്തിലും വിശേഷാൽ ഫലമുണ്ടാകും. നവരാത്രികളാരിലും മറ്റെല്ലാ പുണ്യകർമ്മത്തിൽ വെച്ചും മുന്തിയതാം ഫലം നവാഹയജ്ഞം മർത്യർക്കു നൽകുമെന്നതു നിശ്ചയം. വേദത്തെ നിന്ദിപ്പവർ മൂഢർ മിത്രദ്രോഹങ്ങളും പാപവും ആചരിപ്പോർ ദുർവൃത്തർ ഹിംസാരതർ നാസ്തികന്മാരേവർക്കുമീ യജ്ഞമണപ്പൂ ശുദ്ധി. പരസ്വതാരങ്ങളിലാർത്തിയേറ്റോർ ഗോദേവതാ ബ്രാഹ്മണ ഭക്തി അറ്റോർ വൻ കന്മഷം പൂണ്ടവരും നവാഹയജ്ഞത്തിനാൽ നിർമ്മലരായി ഭവിക്കും. തീർത്ഥാടനം ഘോരതപോവ്രതങ്ങൾ ജപങ്ങൾ ദാനങ്ങൾ മഖങ്ങൾ കൊണ്ടും ഹോമാദികൾ കൊണ്ടും ലഭിക്കാത്ത കാര്യം നവാഹയജ്ഞം സുതരാമണപ്പൂ. ഗംഗ കാശി മധുരാഗയാദി സ്ഥലങ്ങളും നൈമിഷ പുഷ്കരങ്ങളും പെട്ടെന്നു ദേവീമകമെന്നപ്പോൾ സംശുദ്ധീകരിക്കില്ല ബദര്യാരണ്യവും. ഏവം ദേവീ ഭാഗവതം പുരാണം ശ്രേഷ്ഠമേതിലും ധർമാർത്ഥകാമമോക്ഷങ്ങൾക്കെല്ലാം ഉത്തമ സാധനം. ആശ്വിനത്തിൽ കന്നിരാശിങ്കൽ സൂര്യൻ ചരിക്കവേ ശുക്ലാഷ്ടമിക്ക് ഗ്രന്ഥത്തെ സ്വർണസിംഹാസനോപരി വിധിപൂർവം വെച്ചു പൂജിച്ചതു ഭക്തിപുരസ്സരം. വിപ്രശ്രേഷ്ഠനേകി എന്നാൽ സിദ്ധിക്കും ദേവി തൻ പദം. ദേവീ ഭാഗവതത്തിങ്കലൊറ്റ ശ്ലോകം തദർത്ഥമോ ഭക്തിയാ നിത്യം പഠിക്കുന്നോൻ ദേവീ പ്രീതിക്കു പാത്രമം. മഹാമാരികളും ഭൂകമ്പാദിയാം ദുർനിമിത്തവും ഘോരഭീതികളും പാടെ കേട്ടാൽ തന്നെ നശിച്ചുപോകും. ബാലഗ്രഹഗതം ഭീയും ഭൂതപ്രേതാദിഭീതിയും ദേവീ ഭാഗവതം കേട്ടാൽ തന്നെ ദൂരം പറന്നുപോകും. ദേവീ ഭാഗവതം നിത്യം ഭക്തിയത്തൂ പഠിക്കയോ കേൾക്കയോ ചെയ്തിടും മർത്യൻ നേടുന്നു ചതുരർത്ഥവും. പ്രസേനനെ തേടി വൈകിപ്പോയ തൻ പ്രിയപുത്രനെ കൃഷ്ണനെ പൺപൂണ്ടു മോദിച്ചു വസുദേവനെന്തിനാൽ. ഭക്ത്യാ ശ്രീമദ് ഭാഗവത നിത്യം പഠിപ്പവൻ ഭക്ത്യാ കേൾപ്പവനും നേടും ഭുക്തിയും മുക്തിയും ധ്രുവം. അപുത്രൻ പുത്രവാനാവും ദരിദ്രൻ ധനവാനുമാം രോഗിക്ക് രോഗവും മാറും ശ്രേഷ്ഠമാവിതു കേൾക്കുകിൽ. വന്ധ്യയാം നാരിയും കാകവന്ധ്യയും മൃതവത്സയും ഇപ്പുരാണം കേൾക്കുകിൽ നേടുമായസ്സേറുന്ന പുത്രനെ. ഏതു ഗേഹത്തിനീ ഗ്രന്ഥം പൂജിക്കപ്പെടുമോ സദാ അഗേഹമങ്ങയ്ക്കുവ അങ്ങു വാഴുവോർക്കു പുണ്യതീർത്ഥത്തൊടുത്തിടും. അഷ്ടമിക്കോ നവമീ നാളായിട്ടോ 14 പഠിക്കയോ കേൾക്കയോ ചെയ്താൽ തൽ സിദ്ധിയാർന്നിടും. പഠിക്കുകിൽ വിപ്രൻ നിഗമജ്ഞാനമുഖ്യനാം ക്ഷത്രോത്ഭവൻ മന്നിന്നു നാഥനായി വരും. വൈശ്യൻ മഹൈശ്വര്യ സമൃദ്ധിമാനാം ശൂദ്രൻ ശവിക്കുകൾ സുകുലത്തിൽ മുമ്പനാം. ശ്രീ സ്കന്ദപുരാണത്തിലെ മാനസഖണ്ഡത്തിലെ ദേവീ ഭാഗവത മാഹാത്മ്യം 1-ാം അധ്യായം സമാപനം. സർവത്ര
ദേവീനാമസങ്കീർത്തനം ശ്രീ. കേൾക്കുമ്പോൾ സുഖമായിട്ട് മനസ്സിലാവുന്നില്ലേ? എന്താ പറയുന്നത്? ഇത്രയും ലളിതമാണ്. ഇതിനേക്കാൾ കൂടുതൽ മലയാള ഭാഷയെ താഴ്ത്താൻ പറ്റില്ല, താഴ്ത്താൻ ചെയ്യാൻ ലളിതമാക്കാൻ പറ്റില്ല എന്നർത്ഥം. അത്രയും ലളിതമായിട്ടാണ് നമുക്ക് വായിക്കുന്ന ഓരോ പദങ്ങളിലും ഇതിന്റെ അർത്ഥം മനസ്സിലാക്കാൻ സാധിക്കും. രണ്ടാം അധ്യായത്തിലേക്ക് കിടക്കുന്നു. ശ്രീ ജഗദംബികായേ നമഃ. രണ്ടാം അധ്യായം. ഋഷികൾ ചൊല്ലി മഹാത്മാവാം ശൗരസേനി മകനെ കൊണ്ടതെങ്ങനെ കൃഷ്ണൻ പ്രസേനനെ തേടിയെങ്ങവണ്ണം തിരഞ്ഞതും എവണ്ണമാരുവായിച്ച ദേവി ഭാഗവതം മുനെ വസുദേവൻ കേട്ടതോതിയാലും അക്കഥ സൂതൻ ചൊല്ലി ഭോജവംശീയനാം സത്താജിത്വദ്വാരകയിൽ സുഖം പൂജിച്ചു വാണാൻ ശ്രീ സൂര്യഭക്തരായുറ്റമിത്രമായി ഏതാൻ കാലം കൊണ്ടവന്തൻ ഭക്തിപ്രേമങ്ങളാലിനൻ പ്രസന്നനായി സ്വലോകത്തെ സത്താജിത്തിനു കാട്ടിനാൻ സമന്തകാഖ്യം മണിയും പ്രീതനായി നൽകി ഭാനുമാൻ തൻ കഴുത്തിലതും തിരിച്ചാൻ ദ്വാരകയ്ക്കവൻ അമ്പലപ്പാർപുരവാസികൾ സഭാമധ്യസ്ഥനാം കൃഷ്ണൻ തന്നെ പോയി കണ്ടുണർത്തിനാൻ നിന്നെ കാണാനിതാസൂയൻ വരുന്നുണ്ടു ജഗൽപതേ അതു കേട്ടു ചിരിച്ചോതി സഭയിൽ കൃഷ്ണൻ ഇങ്ങനെ സൂര്യനിങ്ങു പോരുന്നോൻ സത്രാജിത്താണ് സൂര്യനാൽ ദത്തം സമന്തകമണി പ്രഭയാണതു മൂഢരെ വരുത്തി വിപ്രരെ പൂജ ചെയ്തുടൻ സ്വസ്തി വാക്കുടും സത്രാജിത്താശ്രേഷ്ഠരത്നം സ്വഗൃഹത്തിൽ കരേറ്റിനാൻ ആ രത്നമുള്ളേണം ആരിഭൂകമ്പാതിയങ്ങോളം ദുർഭിക്ഷമോ വരിൽ 8 ഭാരം പൊന്നെന്നുമേകിടും സത്രാജിത്തിന് അനുജനാം പ്രസേനൊരു നാൾ സ്വയം കഴുത്തിൽ മണിയും തൂക്കിയൊരു സിന്ധുകയോപരി വേട്ടയ്ക്കു കാട്ടിൽ ചെന്നപ്പോൾ കണ്ടാനൊരു മൃഗാധിപൻ അശ്വമൊത്തവനെ കൊന്ന മണിയും കൊണ്ടു കേസരി പോകവേ വാനരശ്രേഷ്ഠൻ ജാമ്പവാൻ കണ്ടു വീര്യവാൻ സിംഹത്തെ കൊന്നു രത്നം പൂണ്ടവൻ പൂക്കാൻ ഗുഹാന്തരം സുപുത്രനുകും കളിക്കാനാ രത്നമേകി കവീശ്വരൻ മിന്നുമാ രത്നവും കൈക്കൊണ്ട ബാലൻ ലീലയാടിനാൻ തിരിച്ചനുജനെത്താനാഞ്ഞു സത്രാജിത്താണിതാരാധിയിൽ രത്നലോഭം കൊണ്ടവനെ വല്ലോരും കൊന്നു വിട്ടിതോ രത്നത്തിൽ കൊതിയാൽ കൊന്നു നൂനം കൃഷ്ണൻ പ്രസേനനെ എന്നു കർണാകർണികയാന നാടെങ്കും കിംവദന്തിയാൽ അകീർത്തികരമാവാത്ത എത്തിയ കൃഷ്ണനടുക്കലും അതുപോക്കാൻ നാട്ടുകാരത്തിറങ്ങി മധുസൂദനൻ പ്രസേനനെ കണ്ടു കാട്ടിൽ സിംഹം കൊന്നിട്ടതായി കഥാ ചോരച്ചോടും പിടിച്ചാശു തേടി കൃഷ്ണൻ മഹേന്ദ്രനെ ഗുഹയ്ക്കടുത്ത സിംഹത്തെ ഹതനായ ഭഗവാന്റെയാൽ ഭഗവാൻ നാട്ടുകാരോടൊന്നാനേകം കൃപാർദ്രനായി ഇന്നുതാൻ നിങ്ങൾ നിന്നാലും ഞാൻ തിരിച്ചു വരും വരെ കടക്കുവാൻ ഞാൻ ആ രത്നം തേടി ഗുഹയ്ക്കകം സമ്മതം മൂളി നാട്ടാരാസ്ഥലിൽ തന്നെ നിൽക്കവേ കടന്നു ജാമ്പവാൻ വാഴും ആ ഗുഹയ്ക്കുള്ളിൽ മാധവൻ കയ്യിൽ രത്നവുമായി കണ്ടാൻ കൃഷ്ണനെ കൊച്ചുമൊച്ചയെ അതു തട്ടാൻ നോക്കി കൃഷ്ണൻ കരഞ്ഞാൽ ധാത്രി പേടിയാൽ പിടിക്കുവാൻ ശബ്ദം കേട്ടുവാനനായകൻ കൃഷ്ണനോടരായി പിന്നെ രാപ്പകൽ ഭേദമെന്നിയെ 27 നാളേവം അവർ തമ്മിൽ നടന്നുപോ കൃഷ്ണനെയും കാത്തു നിന്ന ഗുഹദ്വാരത്തിൽ നാട്ടുകാർ 12 നാൾ പിന്നെ അവർ പേടിയാൽ നാടുപോകിനാൽ അങ്ങു ചൊന്നോതിനാൽ ആദ്യം തൊട്ടു വാർത്തകളൊക്കെയും വാണാ ശോകത്തോടും സത്രാജിത്തിനെയും ശപിച്ചവർ മഹാത്മാവം ശൗരസേനി കൃഷ്ണൻ തൻ വാർത്ത കേൾക്കവേ പരിവാരങ്ങളൊത്തേറുമഴലാർ മോക്ഷയാണ്ടുടൻ നന്മയെമ്മണ്ടണയുമെന്നോർത്തു നോക്കി വലേതുമാൻ ബ്രഹ്മലോകത്തിൽ നിന്നപ്പോൾ എത്തിനാനങ്ങു നാരദൻ എഴുന്നേറ്റാശുവും വിട്ടു പൂജിച്ചു വസുദേവരും ചോദിച്ചു കുശലം പിന്നെ
യദുശ്രേഷ്ഠനോടുടൻ ആരാഞ്ഞു നാരദമുനി എന്തേ ശോകം കഥിക്ക നീ പ്രസേനനെ തേടി എന്റെ കൃഷ്ണനാമ അനുമസുതൻ പൗരരോടൊത്തുപോയി കാട്ടിൽ അവനെ കണ്ടുകൊന്നതായി തൽഘാതകൻ ഹരിയെയും ചട്ടുകണ്ടാൻ ഗുഹാന്തികം അങ്ങു പൗരരെയും നിർത്തി കടന്നാനുള്ളിലൻ മകൻ ദിനമൊട്ടേറെയായി ഇന്നും മടങ്ങിയിട്ടില്ല മത്സുതൻ അതിനാൽ കേഴയാം ചൊൽക കൺമതെങ്ങനെ കുഞ്ഞിനെ ശ്രീനാരദൻ ചൊല്ലി പുത്രപ്രാപ്തിക്കു യദുശ്രേഷ്ഠ ദേവിയെ പൂജ ചെയ്യണം തദാരാധനയാലുണ്ടാം നന്മ പെട്ടെന്നു നിശ്ചയം വസുദേവൻ ചോദിച്ചു ആ മഹേശ്വരിയാരെന്തോ തന്മാഹാത്മ്യങ്ങളും മുനി ദേവർഷേ സദയം ചൊൽക പൂജിക്കേണ്ടതുമെങ്ങനെ ശ്രീനാരദൻ ചൊല്ലി വസുദേവ മഹാഭാഗ ചൊൽവൻ സംക്ഷേപമായി ഞാൻ അതുല്യമാഹാത്മ്യം ശക്തനാൽ വിസ്തരിക്കുവാൻ ആർ നിത്യയാം ഭഗവതി സച്ചിദാനന്ദരൂപിണി ആർ പരാൽപരയാം ദേവിയാൽ ഈ ലോകം നിറഞ്ഞവൾ ഇച്ചരാചരമാരെ പൂജിച്ചു സൃഷ്ടിപ്പൂ നാൻ മുഖൻ ആരെ വാട്ടിയിട്ടു മധുരൈടഭംഭീമുക്തനായതും ആരു തൻ കൃപയാൽ വിഷ്ണു വിശ്വം കാത്തുവരുന്നതും രുദ്രനാഥൻ കടക്കണ്ണീർ കൃപയാൽ സംഭരിപ്പതും ആരീ സംസാരബന്ധത്തെ തീർത്തോളാമുക്തദായിനി പരാവിദ്യ പരാശക്തിയവൾ സർവേശ്വരേശ്വരി നവരാത്രവിധാനത്താൽ പൂജിക്ക ജഗദംബയെ കേൾക്ക ദേവീ ഭാഗവതം പകലൊമ്പതു കൊണ്ടുതാൻ പെട്ടെന്നു പുത്രരെ കിട്ടും അത് കേൾക്കേണ്ട താമസം അതു കേട്ടാൽ പഠിച്ചാലും കയ്യാളാം ബുദ്ധിമുക്തിയും ഏവമോതും നാരദനെ കുമ്പിട്ടുൾ പ്രീതി വായ്പൊടും ആ മുനിശ്രേഷ്ഠനോടേവമോദിയാൻ വസുദേവൻ ചൊല്ലി ഭഗവൻ നിൻ ചൊല്ലിനാലിങ്ങോർമ്മയായി കേൾക്കുന്ന ചൊല്ലുവാൻ ദേവീ മഹത്വത്വാൽ വന്നു ചേർന്നരൻ പൂർവവാർത്തയെ എട്ടാമൻ ദേവകീപുത്രൻ കൊല്ലുമെന്ന ശരീരിയാൽ പേടിച്ചു പാപിയാം കംസനിട്ടാൻ ജയിലിങ്കൽ ഞങ്ങളെ ഭാര്യ ദേവകിയോടൊത്തു പാർത്തു കാലാലയത്തിൽ ഞാൻ അപ്പാപി അപ്പോഴുണ്ടായ പുത്രരെ മക്കളായി വിധം കൊല്ലപ്പെട്ടു കണ്ടേർമഗ്ധരാൽ ശുദ്ധയാം ദേവകീ ദേവി കരഞ്ഞാൻ ദിനരാത്രവും പിന്നെ ഞാൻ ഗർഗമുനിയെ വരുത്തി പ്രണമിച്ചുടൻ ഉണർത്തി ദേവകീ ദുഃഖം ചൊന്നാൽ പുത്രേച്ഛ കൊണ്ടു ഞാൻ ഭഗവൻ യാദവന്മാർക്കു ഗുരുവല്ലോ ഭവാൻ മുനെ ആയുഷ്മൻ ചൊൽക പുത്രപ്രാപ്തിക്കുപായം കരുണാനിധേ പ്രസന്നനാദയാംബോധി ഗർഗനൻ നേരമോദിനാൻ വസുദേവ മഹാഭാഗ കേട്ടാലും ശ്രേഷ്ഠമാം വഴി ഭക്തദുർഗാത്തിയെ ദുർഗയാം ജഗദംബയെ തവ നന്മകൾ കാമങ്ങളെല്ലാം ആരെ പൂജിച്ചു നേടിയോ ആ ദുർഗയെ പൂജ ചെയ്യുവോർക്കേതും ദുർലഭമായി വരാം ഏവമോതും മുനിവരൻ തന്നെ ഞാൻ ഭക്തി വായ്പോടും സാമോദം ഭാര്യക്കാശു വീടുകൈ കൂപ്പിയോതിനാൽ എന്നിൽ തേകനിയുണ്ടെങ്കിൽ ഭഗവൻ കരുണാനിധേ ചണ്ഡിയെ നീ തന്നെ പൂജിക്കാദ്യമായി ഇത്തടങ്ങളിൽ നിന്നൊന്നും എനിക്കാവില്ല ചെയ്യുവാൻ അതിനാൽ അമുതാനെന്നെ ശോകാപ്തിക്കര ചേർക്കണം എന്നോതിമെന്നിലലിവാർന്നത് ഓതിനാൻ മുനിപുങ്കവൻ വസുദേവ ഹിതം ചെയ്വൻ നിന്നിൽമേ പ്രീതി വായിക്കയാൽ ഞാൻ അർത്ഥിക്കുകയാൽ പിന്നെ ദുർഗതൻ പൂജനത്തിനായി വിപ്രന്മാരൊത്തു വിന്ധ്യാദീങ്ങൾ ചെന്നാൻ മുനീശ്വരൻ അങ്ങു ചെന്ന ഭക്തഹിതമണയ്ക്കും ജഗദംബയെ പൂജിച്ചു ഗർഗൻ ജപപാരായണങ്ങളോടും മുനെ പിന്നെയുണ്ടായി മൃഗസമാപ്തിയിൽ വാക്കശരീരിണി പ്രസാദിച്ചേൻ നിന്നിൽ ഞാൻ നിൻ കാര്യം സാധിച്ചിടും മുനെ ഭൂഭാരം തീർക്കുവാൻ എന്റെ ചൊല്ലാൽ സ്വാംശത്തിനാൽ ഹരി പിറക്കുമാ ദേവകിയിൽ വസുദേവന്റെ പുത്രനായി കംസവീയാൽ കുഞ്ഞിനെയും എടുത്താൻ ആനകദുന്ദുഭി കൊണ്ടാക്കുന്നന്റെ വേഗത്തിൽ ഗോകുലത്തിലെ അപേക്ഷണം
യശോദ പെറ്റ മകളെ സുഗൃഹത്തിൽ നയിച്ചുടൻ കംസന്നേകും അവൻ പാറയ്ക്കടിക്കും കൊല്ലുവാൻ മുനെ കയ്യിൽ നിന്നും വഴുതിയൻ അംശമാമവൾ വിന്ധ്യനിൽ ദിവ്യരൂപം പൂണ്ടണഞ്ഞു മഞ്ഞിൽ ഹിതമണച്ചിടും ഏവമാവാക്കു കേട്ടപ്പോൾ നമിച്ചു ജഗദംബയെ ഗർഗൻ സന്തുഷ്ടനായി വന്നാൽ മധുരാപുരിയിൽ ദ്രുതം ഗർഗാചാര്യൻ ചൊന്ന ദേവീവരദാനം ശ്രമിച്ചു ഞാൻ സംപ്രീതനായി ഭാര്യയൊത്തും മുങ്ങിയാമോ ആമോദ സിന്ധുവിൽ അന്നു തൊട്ടോർപ്പു ഞാൻ ദേവീ മാഹാത്മ്യം ശ്രേഷ്ഠമെന്നതായി ദേവശ്രേ നിന്നു ഭർത്താരിൽ നിന്നും ഇന്നതോ കേട്ടു ഞാൻ ദേവി ഭാഗവതം നീതാൻ ചൊല്ലിക്കേൾപ്പിക്കണം പ്രഭോ എന്റെ ഭാഗ്യം കൊണ്ടറിഞ്ഞു നീ ഇന്നു ദയാനിധേ വസുദേവോക്തിയാൽ പ്രീതചിത്തനായി മുനി നാരദൻ കഥാരംഭം ചെയ്തു പിന്നെ നല്ല നക്ഷത്രനാളിലായി ജപിച്ചാൽ വിഘ്നനാശാർത്ഥം വിപ്രേന്ദ്രന്മാർ നവാക്ഷരം ദുർഗാ സപ്തശതീ സ്തോത്ര പാഠവും ചെയ്തേവരും ശ്രീനാരദമുഖത്തിങ്കൽ നിന്നു ഭാഗവതാമൃതം ആദ്യ സ്കന്ധം തൊട്ടു കേട്ടാൻ സാദരം വസുദേവരും നാളൊമ്പതാൽ കഥാപൂർത്തിങ്കൽ ഗ്രന്ഥത്തെയും തഥാ നാരദർഷിയെയും ഭക്ത്യാ പൂജിച്ചാന മഹാശയൻ ആയിടയ്ക്കു ഗുഹയ്ക്കുള്ളിൽ തിമർക്കുമ്പോൾ നടന്നത് കൃഷ്ണമുഷ്ടിപ്രഹരമേ ചേട്ടൻ ക്ഷീണിച്ചു ജാമ്പവാൻ ബോധമുണ്ടായ നേരത്ത് ഭഗവാനെ നമിച്ചുടൻ ഏറും ഭക്തിയോടർത്ഥിച്ചാൽ സ്വാപരാധം പൊറുക്കുവാൻ അറിഞ്ഞേൻ രാഘവൻ നീ തവ കോപത്തിലാഴിയും അലങ്കിലെങ്കയും ചത്തു രാവണൻ കൂട്ടുകാരോടും രാമൻ താൻ കൃഷ്ണനാമൻ തെറ്റു പൊറുക്കണം വേണ്ടതെന്തെന്നോതിയാലും സർവഥാ മിഥ്യനാണു ഞാൻ ജാമ്പവാൻ തൻ വാക്കു കേട്ടു ചൊന്നാനേവും ജഗന്മയൻ രത്നാർത്ഥം താനി ഗുഹയിൽ വന്നേൻ വാനരനായക അകവീന്ദ്രൻ ജാമ്പവതിയാം തൽപുത്രിയെയും തഥാ ശ്രേഷ്ഠരത്നത്തെയും നൽകി ഭക്തിയാ പൂജിച്ചു കൃഷ്ണനെ കഴുത്തിലാ രക്തവും പൂണ്ടവളെയും ഗ്രഹിച്ചവൻ കവീന്ദ്രനോടാജ്ഞ വാങ്ങി ദ്വാരകയ്ക്കെഴുന്നള്ളിനാൻ ഉദാരനാം ശൗരസേനി കഥ വായിച്ചു തീർന്നനാൾ വിപ്രന്മാർക്കേകിനാൻ ദോഷം ദക്ഷിണാഭോജനാദിയാൽ വിപ്രരാശീർവദിക്കുന്ന നേരം താൻ ഭഗവാൻ ഹരിയാരത്നവും പൂണ്ടണഞ്ഞാനു പത്നി സമേതനായി സഭാര്യനായി കൃഷ്ണനെ കണ്ടുടൻ ഹർഷാശൂർണരായി വസുദേവാദ്യരെല്ലാരും എന്നാൾ നിസ്തുലം സുഖം വസുദേവരോടും കൃഷ്ണനോടും ചോദിച്ചുകൊണ്ടുടൻ പോകാൻ ബ്രഹ്മാലയം നാരദർഷിയും സുസ്ഥനിസ്ഥനായി ഹരികഥ ഇത് പോക്കും കീർത്തികേടാ ശുചിത്വത്തോടും ഗുരുഭക്തിയാ കേൾപ്പവൻ ചൊല്ലിടുന്നോൻ അവരുലകിലനന്തരം സൗഖ്യവും സിദ്ധിയും കൊണ്ടവരോടുവിലെത്തും മുക്തിമാർഗത്തിനൂനം. ശ്രീ മഹാദേവിയെ നമ. ശ്രീ സ്കന്ധപുരാണത്തിലെ മാനസഖണ്ഡത്തിലെ ദേവി ഭാഗവത മഹാത്മ്യം 2-ാം അധ്യായം സമാപ്തം. സർവത്ര ദേവീ ഭാഗവതത്തിലെ തന്നെ ഒരു പ്രസിദ്ധമായ കഥയുടെ ഒരു വശമാണ് ഇപ്പോൾ ഇവിടെ ദേവീ മാഹാത്മ്യത്തിന്റെ ദേവിയുടെ മാഹാത്മ്യമായിട്ട് ചിത്രീകരിച്ചത്. കഥ ഇതാണല്ലോ. ശ്രീകൃഷ്ണ ഭഗവാന് ഒരു ചിത്തപ്പേരുണ്ടായി. എന്താ അത്? സമന്തകം എന്നുള്ള ഒരു രത്നം അപഹരിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള പേര്. ദ്വാരകയില് സത്രാജിത്ത് എന്നുള്ളൊരു യാദവൻ ഭഗവാന്റെ കേവലം ഒരു ചെറിയ അംശമായ സൂര്യദേവനെ ഉപാസിച്ച് സമന്തകരത്നം എന്നുള്ള രത്നം സമ്പാദിച്ചു. അത് പൂജിക്കപ്പെടേണ്ട, ആദരിക്കപ്പെടേണ്ട ഒരു ദിവ്യമായ രത്നമാണ്. അതെവിടെ പൂജിക്കുന്നുവോ അവിടെ 8 ഭാരം സ്വർണം ലഭിക്കുന്നതാണ്. കേൾക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിലൊരു പൂതി വരുന്നത് ഒരു ദിവസം വീട്ടിൽ കിട്ടിയാൽ മതി, ഒരു മണിക്കൂർ കിട്ടിയാലും മതി. കാരണം എന്താ? 8-8 36 സ്വർണം ഒരു പൂജ കഴിഞ്ഞ പ്രസാദമായിട്ട് കിട്ടുമെങ്കിൽ വേറെ എന്ത് ലോട്ടറി എടുക്കണം, എന്ത് ലോട്ടറി അടിക്കണം അല്ലേ? പക്ഷേ അത് ലഭിച്ച ആളെ കഥ എന്താ എന്നുള്ളത് നമുക്ക് പിന്നീട് അറിയാം അല്ലേ? സത്രാജിത്തിന് എന്ത് പറ്റി? സ്വന്തം ജീവൻ പോലും നഷ്ടപ്പെട്ടു എന്നാണ്.
അദ്ദേഹത്തിന്റെ നന്മയോർത്ത് ഭഗവാൻ ദ്വാരയിൽ കൊണ്ട് അത് വിശുദ്ധമാക്കി വെക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ ധനം കൊണ്ട് അഹങ്കാരമെന്ന അദ്ദേഹം അതിന് സമ്മതിക്കാതെ പോവുകയും ചെയ്തു. മറ്റൊരിക്കൽ അനുജനായ പ്രസേനൻ നായാട്ടിന് പോകുമ്പോൾ, നായാട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് നായാട്ട് എന്ന് പറഞ്ഞാൽ? ഹിംസ വരും ആ കർമ്മത്തിന്, അല്ല അതോടെ പ്രേമം വരും, അല്ലേ? ഇല്ല, ഹിംസയുണ്ടാവുള്ളൂ. പരീക്ഷത്ത് നായാട്ടിന് പോയി വീഴ്ച പറ്റി. ദശരഥ മഹാരാജാവ് നായാട്ടിന് പോയി വീഴ്ച പറ്റി. പ്രസേനൻ നായാട്ടിന് പോയി വീഴ്ച പറ്റി. അപ്പൊ എവിടെ ഹിംസയുണ്ടോ അവിടെ കലി കയറി വരാൻ എളുപ്പമാണ്. ഇതൊക്കെയാണ് പുരാണങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ട് കാര്യങ്ങൾ. പൂജിക്കപ്പെടേണ്ട വസ്തുവിനെ പൂജാസ്ഥാനത്ത് തന്നെ, ആദരിക്കേണ്ടതിനെ ആദരവ് തന്നെ ചെയ്യണം. അതിനെ അനാദരവ് ചെയ്ത ഫലം വിരുദ്ധമായിട്ട് മാറും. സമ്പന്നതയുടെ പ്രതീകമായിട്ട് ഈ രത്നത്തെ കഴുത്തിലണിഞ്ഞ് പ്രസേനൻ കാട്ടിൽ പോയി. ഒരു സിംഹം ആ പ്രസേനനെ കൊന്നു രത്നം എടുത്തുകൊണ്ടുപോയി. ആ സിംഹത്തെ പിന്നീട് വൃക്ഷരാജാവായ ജാംബവാൻ നിഗ്രഹിച്ച രത്നം കൊണ്ടുപോവുകയും ചെയ്തു. തന്റെ മകന് കളിക്കാൻ കളിപ്പാട്ടം എന്നുള്ള രൂപേണ കൊടുക്കുകയും ചെയ്തു. ത്രൈതായുഗത്തില് ശ്രീരാമ സേവകനായി നിന്ന ജാംബവാന്റെ കയ്യിലേക്ക് ഈ രത്നം ദ്വാപരയുഗത്തിലായപ്പോൾ എത്തിച്ചേർന്നു. ചുരുക്കം. പിന്നീട് എന്തുണ്ടായി? പ്രസേനൻ നാട്ടിലേക്ക് തിരിച്ചു വരാതെ കണ്ടപ്പോൾ ആകെ ആശങ്കയായി. ആർക്ക്? സത്രാജിത്ത്. ഞാൻ നിങ്ങൾ ശ്രദ്ധിക്കുന്നെന്ന് അറിയാൻ വേണ്ടി ചോദിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ ഉള്ളിൽ എന്തായിരിക്കും ചിന്ത? അത് എപ്പോഴാ കഴിയാന്നുള്ളത്? വേഗം കഴിക്കാം. മൈൻഡ് വഴി മാറിപ്പോകരുതെന്ന് ചുരുക്കം. സത്രാജിത്ത് ഈ രത്നം കിട്ടാത്തതുകൊണ്ട്, തന്റെ അനുജൻ വരാത്തതിനല്ല അദ്ദേഹത്തിന് പ്രശ്നം. പിന്നെന്താ? അനുജൻ കൊണ്ടുപോയ ആ സിമന്തകമണി അത് എവിടെ പോയിണ്ടാവും? പണ്ട് ഇത് കൃഷ്ണൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. കൃഷ്ണൻ എങ്ങാനും എന്റെ അനുജൻ പോണത് കണ്ട് പിന്തുടർന്ന് അവനെ കൊന്ന് എവിടെയെങ്കിലും വലിച്ചെറിഞ്ഞ് രത്നം അപഹരിച്ചിട്ടുണ്ടാകുമോ? കൃഷ്ണന്റെ കുട്ടിക്കാലത്തെ സ്വഭാവം അത്ര നല്ലതല്ല. പുള്ളിക്കാരൻ എന്തുണ്ടായിരുന്നു? മോഷണം ഭയങ്കര ഇഷ്ടമായിരുന്നു. വെണ്ണ, പാല് ഇതൊക്കെ മോഷ്ടിച്ചു. വലുതായപ്പോ രത്നം മോഷ്ടിച്ചു. ഇദ്ദേഹം എന്തുണ്ടായി? അത് ഭാര്യയോട് പറഞ്ഞു. ഭാര്യ പിറ്റേ ദിവസം ദാസിയോട് പറഞ്ഞു. ദാസി ഉടൻ തന്നെ ഒരു ഹാഫ് ഡേ ലീവ് എടുത്ത് പുറത്തിറങ്ങി ദ്വാരകയിൽ അറിയിക്കേണ്ടവരൊക്കെ അറിയിച്ചു. എന്തുണ്ടായി? പ്രസേനനെ കൊന്ന് ശ്രീകൃഷ്ണൻ രത്നം അപഹരിച്ചു എന്നുള്ള ചൂട് വാർത്ത. രാജ്യസഭയിലെ ചോദ്യം വന്നപ്പോൾ ഭഗവാൻ തെരഞ്ഞെടുക്കപ്പെട്ട ആൾക്കാരുമായിട്ട് അതിന്റെ സത്യാന്വേഷണത്തിന് വേണ്ടി പുറപ്പെട്ടു. അങ്ങനെയാണ് ഈ രത്നം ജാംബവാന്റെ കയ്യിലുണ്ട് എന്ന് മനസ്സിലാക്കുന്നത്. അതിന്റെ തെളിവിന്റെ ഭാഗമായിട്ട് ഞാൻ വേഗം കഥ പറയാം. അപ്പോൾ കാട്ടിലേക്ക് പോയി ഒരു 10-12 ദിവസം കഴിഞ്ഞപ്പോൾ കൂടെയുള്ളവര് കൃഷ്ണനെ തനിച്ചാക്കി പോകും. കാരണം കൃഷ്ണൻ ഗുഹയുടെ ഉള്ളിലേക്ക് പോയി തിരിച്ചു വരണം കാണാനില്ല. കാത്തു നിന്ന് അവർക്ക് വിഷമമായി. ഇനി തിരിച്ചു വരില്ല എന്നുള്ള തോന്നൽ വന്ന് ഭയത്തോടുകൂടി ദ്വാരകയിലേക്ക് വന്ന് ഉണ്ടായ സംഭവങ്ങളൊക്കെ വസുദേവരോടും ദേവകിയോടും പിന്നീട് രുക്മിണ്യാദി ദേവിമാരോടൊക്കെ പറഞ്ഞു എന്നാണ്. ആകെ വിഷമം. എന്താ ചെയ്യുക? അവധി കിങ്കരണിയും തന്റെ മകനായ കൃഷ്ണന് വലിയൊരു ആപത്ത് വന്നിരിക്കുന്നു എന്ന് മനസ്സിലാക്കി. ആപത്ത് രക്ഷ നേടാൻ എന്തേ ചെയ്യാൻ പറ്റുള്ളൂ? അമ്മയെ ശരണം പ്രാപിക്കുക. ആപത്ത്, ഒരു കഷ്ടപ്പാട് വന്ന ആദ്യം വിളിക്കേണ്ടത് എന്താ? അമ്മേന്ന് വിളിക്കണം, അല്ലെ? അമ്മ എന്നുള്ള നാമത്തോടു കൂടി നടക്കുന്ന ഒരു സഹസ്രനാമുണ്ട്. ഏതാ സഹസ്രനാമം? ശ്രീമാതാ, ശ്രീ മാതാ, അല്ലെ? മാതാ ശബ്ദത്തിൽ ഒറ്റ സഹസ്രങ്ങൾ കാണാനുള്ളൂ, ഇപ്പൊ ലഭ്യമുള്ളൂ. അപ്പൊ അമ്മയെ സേവിക്കണം എന്നായി. ഗർഗൻ അമ്മയെ സേവിക്കാൻ വേണ്ടി ദേവീ ഭാഗവത നവാഹ യജ്ഞത്തിന് ദ്വാരകയിൽ ഏർപ്പാടാക്കിയതാണ്. അപ്പൊ നോക്കൂ, ദ്വാരകയിൽ ശ്രീകൃഷ്ണന് ഇപ്പോ സംഭവിച്ച പ്രതിസന്ധിയിൽ നിന്ന് വേഗം മോചിക്കാനും തിരിച്ചു വരാനും വേണ്ടിയിട്ട്
ശ്രീകൃഷ്ണന്റെ മാതാപിതാക്കൾ ദ്വാരകയിൽ ഒരു ദേവീ ഭാഗവത നവാഹയജ്ഞം ചെയ്തു. അപ്പൊ പഴക്കം എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് ഊഹിക്കാലോ അല്ലേ? ഇങ്ങനെ ദേവിയെ ഉപാസിക്കണം എന്ന് പറഞ്ഞപ്പോഴാണ് വസുദേവർക്ക് പണ്ടത്തെ ഒരു കഥ ഓർമ്മ വന്നത്. അതാണ് ഈ കഥയുടെ ഇടയിൽ വേറൊരു കഥ വന്നത്. എന്താ അത്? ദേവകിയുമായിട്ട് വിവാഹം കഴിഞ്ഞ് വന്ന സമയത്ത് ദുഃഖങ്ങൾ ഉണ്ടായ കുട്ടികൾ മുഴുവൻ മരിച്ചു പോവുകയാണ്. കംസൻ കൊല്ലുകയാണ്. വന്ന് പറഞ്ഞു, എന്ത് ചെയ്യണം? ദേവിയെ ഉപാസിക്കണം. ഈ ജയിലുകൾക്കും എങ്ങനെ ദേവിയെ ഉപാസിക്കാം? ദേവിയെ സ്മരിക്കാൻ, ദേവിയുടെ നാമം ചൊല്ലാന്നല്ലാതെ വേറൊന്നും പറ്റില്ല. അപ്പൊ ഗർഗാചാര്യ വിളിച്ചിട്ട് പറഞ്ഞു, അങ്ങ് എനിക്ക് വേണ്ടിയിട്ട് ദേവിയെ ഒന്ന് ഉപാസന ചെയ്യണം. അങ്ങനെ ഗർഗാചാര്യര് വസുദേവർക്ക് വേണ്ടി വിന്ധ്യപർവ്വതത്തിൽ ചെന്ന് ഭഗവാനെ ദേവിയെ സേവിച്ചു. ദേവി പ്രത്യക്ഷപ്പെട്ട് അനുഗ്രഹിച്ചു എന്നാണ്. അങ്ങനെയാണ് കൃഷ്ണാവതാരത്തിന്റെ ഒരു രംഗമായിട്ട് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുക. അതെന്തിനാണ് ഈ സന്ദർഭത്തിൽ ഓർത്തത് ചെയ്യാൻ? ദേവിയുടെ കൃപ കൊണ്ടാണ് തനിക്ക് കൃഷ്ണൻ മകനായി പിറന്നത് എന്ന് വസുദേവൻ വിശ്വസിക്കാൻ. അന്ന് എനിക്കൊരു പ്രാർത്ഥന ഉണ്ടായിരുന്നു. ആ പ്രാർത്ഥന പിന്നീട് പൂർത്തീകരിക്കാൻ പറ്റിയില്ല. നമ്മൾ അങ്ങനെയൊക്കെയാണല്ലോ, കാര്യം നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കും, കാര്യം നടന്നു കഴിഞ്ഞാലോ മറന്നുപോയി. ഇതൊക്കെ വസുദേവർക്കും പറ്റിയിട്ടുണ്ട് എന്നാ കാണിക്കാം. അപ്പൊ ദേവീ കൃപ കൊണ്ടാണ് തനിക്ക് ഉണ്ണി ഉണ്ടായത് എന്നൊക്കെ മനസ്സിലാക്കി അങ്ങ് തന്നെ വേഗം യജ്ഞം ചെയ്യണം എന്ന് ഗർഗാചാര്യരോട് പറയുന്നു. ദ്വാരകയിൽ വെച്ച് ഗർഗാചാര്യ തന്നെ ശ്രീമദ് ദേവി ഭാഗവതം 9 ദിവസം പാരായണം ചെയ്ത് അതിന്റെ പൂജകളോ ഹോമങ്ങളൊക്കെ വളരെ ശ്രദ്ധാഭക്തിയോടുകൂടി നിർവഹിച്ചു കഴിഞ്ഞപ്പോഴുണ്ടായി. അതിന്റെ ദീപാരാധന സമയമായപ്പോഴേക്കും അവിടെ ഭഗവാൻ പൂർത്തീകരിച്ച് ജാംബവാനെ മുഷ്ടിയുദ്ധത്തിൽ തോൽപ്പിച്ച് രത്നത്തെ സ്വീകരിച്ച് ജാംബവതി എന്നുള്ള രത്നത്തെ സ്വീകരിച്ചു. 27 ദിവസം ജാംബവാന്റെ ഇടികൊണ്ടതിന് ഫലമുണ്ടായി. കാരണം എന്താ? ഒരു കല്യാണം നടക്കും. ഇടികൊണ്ടാ കല്യാണം നടക്കുന്ന ആദ്യത്തെ അനുഭവമാണ്. വാളകുന്നം ഒരു പാട്ട് പാടിയിട്ടുണ്ട്. കിട്ടിയ 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 കന്യകമാരെയും കെട്ടി ഗ്രഹസ്ഥന്റെ ധർമ്മമാടി എന്നാണ്. ഇടി കിട്ടിയിട്ട് കിട്ടിയ തന്നിൽ വന്നു ചേർന്നവരൊക്കെ സ്വീകരിച്ച് ഗൃഹസ്ഥധർമ്മം ലോകത്തിൽ എന്താണ് എന്ന് നല്ലവണ്ണം കാണിച്ചു കൊടുത്തു എന്നാണ്. അപ്പോ സാക്ഷാത് പരമാത്മസ്വരൂപിയായ സച്ചിദാനന്ദ സ്വരൂപിയായ ശ്രീകൃഷ്ണ ഭഗവാന്റെ ദിവ്യധാമമായ ശ്രീ ദ്വാരകയിൽ പോലും ദേവിയെ ഉപാസിക്കണമോ എന്നാണ് ഇത് പറഞ്ഞു വരുന്നത്. ദേവിയും കൃഷ്ണനും രണ്ടല്ല, ഒന്ന് തന്നെ. അതാണ് ഇതിന്റെ പൊരുൾ. അത് ആദ്യം പറയില്ല. ആദ്യം ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള കഥകൾ ഇങ്ങനെ പറഞ്ഞു തന്ന് അവസാനം ഇത് ചെയ്യിക്കും, നമ്മൾ യോജിപ്പിക്കുന്നത്. ഇതാണ് ഇതിന്റെ വ്യാസതന്ത്രം. ഇത് നമ്മൾ മനസ്സിലാക്കണം എന്ന് ചുരുക്കം. ദേവി ഉപാസനയുടെ മഹത്വം അതാണ് എന്ന് ഇവിടെ കാണിക്കുകയാണ്. അതാണ് സഭാര്യനായി കൃഷ്ണനെ കണ്ടുടെ ഹർഷാർഷപൂർണനായി വസുദേവാദ്യരെല്ലാം ഉയർന്ന നിസ്തുലം സുഖനാണ്. തന്റെ മകൻ യാതൊരു ആപത്തും കൂടാതെ ശക്തിയോടുകൂടി തിരിച്ചു വന്നപ്പോൾ വസുദേവ വളരെ സന്തോഷം എന്നാണ്. അത്രയും മഹത്വമുണ്ട് ദേവി ഉപാസന. അങ്ങനെയുള്ള ഒരു ദേവി ഉപാസനയ്ക്കാണ് നമ്മളിപ്പോൾ ഇന്ന് സമാരംഭം കുറിച്ചിരിക്കുന്നത് എന്ന് ചുരുക്കം. ഇനി 3-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ കടക്കുന്നത്. ചെറിയ ചെറിയ അധ്യായങ്ങളാണ്. കൂടി വന്നാൽ അരമണിക്കൂർ ഇതെല്ലാം കൂടിയിട്ട് തീരും. അതുകൊണ്ട് ക്ഷമിച്ചിരിക്കുക, കേൾക്കുക. ഇനി ചിലപ്പോൾ ഇന്ന് കേൾക്കുന്നവര് ഇത് കഴിയുന്ന ദിവസം വരുന്നുണ്ടാവുക. ആദ്യ അവസാനം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ചിലർ അങ്ങനെ എടുക്കും. ആദ്യത്തെ ദിവസം അവസാനത്തെ ദിവസം. അപ്പൊ ഇതെങ്കിലും പൂർണ്ണമായിട്ടൊന്ന് കേൾക്കുക. അവിടെ പറഞ്ഞല്ലോ ശ്ലോകമോ ശ്ലോക അർത്ഥമോ എന്നാണ്. ഒരു ശ്ലോകം മുഴുവനായിട്ട് കേട്ടാൽ വിശേഷം, ഇനി അത് പറ്റില്ലെങ്കിൽ അതിന്റെ പകുതിയെങ്കിലും കേട്ടാൽ വിശേഷം എന്നാണ്. അതുകൊണ്ട് നാളെ മുതൽ പകുതിയെ കേൾക്കുള്ളൂ എന്ന് വെക്കരുത്. ഇതിന്റെ മഹത്വത്തെ സൂചിപ്പിക്കാൻ വ്യാസഭഗവാൻ പറഞ്ഞതാണ് ഈ കാര്യങ്ങൾ എന്ന് ഓർക്കുക. 3-ാമത്തെ അധ്യായം. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ഉറക്കെ സർവത്ര ദേവീനാമ സങ്കീർത്തനം. സുതൻ പറഞ്ഞു ദേവി ഭാഗവതത്തിന്റെ മാഹാത്മ്യം പാടിടുന്നതായി കേട്ടാലും മറ്റൊരിതിഹാസത്തെയും മുനിമുഖ്യരെ ലോപാമുദ്രാവരൻ കുംഭയോനിയാം മുനി ഏകത
സ്കന്ദനെ ചെന്നു കുമ്പിട്ടു ചോദിച്ചാൻ പല സൽക്കഥ. ദാനതീർത്ഥപ്രദാദിക്കു ഉള്ള ഉത്കൃഷ്ടം മുറ്റിടുന്നതായി അനേകം കഥയാ ബാഹുലേയൻ മുനിയോട് ഓതിനാൻ. ഗംഗ വാരാണസി മണികർണിക തൊട്ടുള്ള തീർത്ഥവും തന്മാഹാത്മ്യങ്ങളും സ്കന്ദൻ വർണ്ണിച്ചു ബഹുവിസ്തരം. എല്ലാം കേട്ടുൾപ്രീതിയൊത്തു വീണ്ടും ലോകഹിതാർത്ഥമായി ഭൂരി തേജസ്വിയാം സ്കന്ദനോട് ചോദിച്ചു കുംഭജൻ. അഗസ്ത്യൻ പറഞ്ഞു, ദേവീ ഭാഗവതത്തിന്റെ മഹത്വം ഓതുവാൻ വീണ്ടും ക്രമമെന്നോടു താരകാകാരെ കഥിക്ക നീ. ദേവീ ഭാഗവതാഭിഖ്യം പുരാണം പരമോത്തമം കീർത്തിപ്പതല്ലോ സാക്ഷാത് ശ്രീ ദേവിയാം ഭുവനേശേ. സ്കന്ദൻ പറഞ്ഞു, ശ്രീ ഭാഗവതമാഹാത്മ്യം വിസ്തരിച്ചോതുവാനൊരാൾ ശക്തനല്ല, അതിനാൽ ബ്രഹ്മൻ ചുരുക്കിച്ചൊൽവതിന്നു ഞാൻ. നിത്യയായി സച്ചിദാനന്ദരൂപയാം ജഗദംബിക ഭുക്തിമുക്തിരയാം സാക്ഷാദേവി വാങ്മയായി സദാ വർത്തിപ്പേനതിലോതിനാലും കേൾക്കിലും മുനേ. വർത്തിപ്പേതതിലേതിനോതിയാലും കേൾക്കുതിലും മുനേ. സാധിക്കുമേതുമാ ഗ്രന്ഥം ദേവി ഭാഗവതാവിധം. വിവസ്വൽപുത്രനായി ശ്രാദ്ധദേവാഖ്യൻ മനുമന്നവൻ വസിഷ്ഠൻ ചൊല്ലയാൽ പണ്ടു പുത്രകാമേഷ്ടി ചെയ്തുവൻ. ഹോതാവിനോട് തദ്ഭാര്യ അർത്ഥിച്ചാൽ ശ്രദ്ധയെന്നവൾ മകളുണ്ടാകുവാൻ വേണ്ടും ഉപായം ചെയ്യുക നീ മുനേ. ഉള്ളാൽ ചിന്തിച്ചു ഹോതാവു കന്യാർത്ഥം ചെയ്താഹൂതി ഹോമം തെറ്റിക്കാറുണ്ടായിടയെന്നൊരു കന്യയും. മകളെ കണ്ടുള്ളിടഞ്ഞു ഗുരുവോടോതി മന്നവൻ സങ്കല്പത്തെ പറ്റി വിധത്തിൽ വരുമെന്തുവാൻ പ്രഭോ. ഹോതാവിൻ കർമ്മവൈഷമ്യം ധ്യാനത്താൽ കണ്ടു ശംഭുവേ പ്രാപിച്ചു ശരണം പുംസ്തമിടയ്ക്കും അർത്ഥിക്കുവാൻ ഗുരു. ശ്രീ ശിവാനുഗ്രഹത്താലും തപസ്സിൻ ശക്തിയാലുമേ ലോകം കാങ്കനെ തന്നെ ഇടയ്ക്കുണ്ടായി പുരുഷത്വവും. ഭാഗവതത്തിലെ നവമസ്കന്ധത്തിലെ ഇളോപാഖ്യാനം എന്നുള്ള കഥയാണ് ഇവിടെ പറയുന്നത്. സംസ്കാരവും ചെയ്തു ഗുരു സുദ്യംനാഖ്യായമേകിനാൻ. ആറുകൾ കാണിപ്പോൾ വിദ്യകൾക്കു സങ്കേതമായ സുതൻ. കാലക്രമത്തിൽ താരുണ്യം അങ്കുരിച്ചു കുമാരനിൽ. വേട്ടയ്ക്കൊരു നാൾ കാട്ടിലവൻ പോയാൽ ഹയോപരി ചുറ്റിത്തിരിഞ്ഞു. കാടോരോന്നിലും സാനുഗമായി നവൻ ഹിമാദ്രി സാനുവിൻ കാട്ടിലേറി യോഗത്തിലാനവൻ. അവന്നയാം ഭാര്യത്തു പണ്ടെന്നോ ഭഗവാൻ ശിവൻ ലഭിച്ചുവാണ് വാനിങ്ങോ ദേവദേവൻ. പ്രകൃഷ്ടനായി ശിവനെ കാണുവാൻ മോഹം പൂണ്ടേ തന്മുനിമർത്തത. അങ്ങണഞ്ഞപ്പോൾ വലിയെ കണ്ടു നാണിച്ചു പാർവതി. ആ രണ്ടുപേരെയും ക്രീഡാസക്തരായി കണ്ടു താപസർ തിരിച്ചു വൈകുണ്ഠഗേഹം ഗമിച്ച സംശിതവ്രതർ പ്രിയതൻ പ്രിയമാരാഞ്ഞു. ശിവനക്കാടിനെ തഥാ ശപിച്ചാൽ ഇന്നു തൊട്ടിങ്ങു വരുവോ സ്ത്രീകളായി വരും. അന്ന് തൊട്ടിക്കാട് വർജിക്കയാം വർഷകയും അങ്ങേറവേ പെൺമണിയായി തീർന്നു. സുബ്ദൻ അശ്വവും തൻ കൂട്ടരും സ്ത്രീകളായി പോയെന്നു കണ്ട് അമ്പരുന്നതേ. കാടുതോറും സഞ്ചരിച്ചാൽ പിന്നെയുമാ മടവാർവണി. ബുധാശമോപത്തിങ്കൽ എത്തിയാനവളേകതാ തടിച്ചുയർന്ന വാർക്കൊങ്കവിൻകോഷ്ടം കുന്തദന്തവും തണ്ടാർമിഴികളും കൊണ്ടര സൗഭാഗ്യത്തിടമ്പനെ കണ്ടു. മാമ്പുശരൻ തന്നെ അമ്പേറ്റു മോഹിച്ചു പോയി ബുധൻ. കാമിച്ചാൾ അവളും ചന്ദ്രപുത്രനാമ കുമാരനെ രമിച്ചു ആനാൻ ബുധനയോത്തങ്ങൾക്ക് താൻ പിന്നെ സതി. പിന്നെ പുരൂരവസെന്ന പുത്ര സോമനന്ദനൻ ജനിപ്പിച്ചാങ്ങളവിൽ മിത്രാവരണ സംഭവ. ഏവം ആണ്ടുകൾ ഒട്ടേറെ തീർന്നപ്പോളെ അപ്പോൾ അവൾ ഏകത ഓർമ്മിച്ചാൽ തൻ പൂർവവൃത്തമണിൽ പെട്ടതാകയാൽ വസിഷ്ഠ ഗുരുദേവനാശ്രമത്തിൽ ചെന്നു നമിച്ചുടൻ അർത്ഥിച്ചാളുകൾ തൻ പുംസ്തം വാർത്തയും സർവമോദിനാൽ. കാര്യമെല്ലാം ഗ്രഹിച്ചാശു വെള്ളിമാമല പൂക്കവൻ പൂജിച്ചു വാഴ്ത്തി ശിവനെ. ഭക്തിയൂറുന്ന ഹൃത്വമായി വസിഷ്ഠൻ ചൊല്ലി കപർദ്ദിയായി ശങ്കരനായി തിങ്കൾ കീരമണിമൗലിയായി പാതിമയ്യാൽ ഗിരിജയാ ശ്രീ ശംഭുവേ വണങ്ങിടാം.
ഭുക്തി മുക്തികൾ ഭക്തർക്കു നൽകും ശ്രീനീലകണ്ഠനെ രജതാദ്രിയിൽ വാഴുന്ന സുഭധൻ മൃഡനെ തൊഴാം. പ്രപന്നന്ദൻ ഭീതി പോക്കും ശിവരൂപൻ ഋഷഭജൻ ശിവൻ ശരണ്യൻ പരമാത്മാവിനൊക്കെ തൊഴാം. സൃഷ്ടിസ്ഥിതി ലയങ്ങൾക്കായി മൂർത്തിത്രയമാകുവോൻ ദേവാധിദേവൻ വരദൻ പുരാരിയെ നമിച്ചിടാം. യജ്ഞസ്വരൂപ ഭഗവൻ ഫലദായക കൈതൊഴാം. സൂര്യേന്ദു ശിഖനേത്ര ശ്രീഗംഗാധര നമോസ്തുതേ. ദേവം സ്തുതിക്കവേ പ്രാദുർഭവിച്ചു ഭഗവാൻ ശിവൻ കാളപ്പുറത്ത് അംബികയും ഒത്തുകൂടി രവിപ്രഭൻ. നമ പാർവതീപതേ. കൈലാസാഭം തിങ്കൾ മൗലിയമാമുക്കണ്ണനിങ്ങനെ പ്രസന്നനായോതി വീണു തൊഴുമാ മുനിയത്തന്നോടായി. ശ്രീ ഭഗവാൻ പറഞ്ഞു, വിപ്രഋഷി നീ വരിച്ചാലും മനോഭിലഷിതം വരം തഥാ കുമ്പിട്ടളാപം സമഭ്യർത്ഥിച്ചാൻ മുനീശ്വരൻ. സന്തുഷ്ടനായോതി തഥാ ഭഗവാൻ മാസമെന്നവൻ പുമാനായും മാസമെന്നു നാരിയായും ഭവിച്ചിടും. ശംഭുവോടി വരം വാങ്ങി നമിച്ചു ജഗദംബയെ. വരം നൽകാൻ തയ്യാർ നിൽക്കും മഹേശ്വര്യാമണി. കോടി തിങ്കൾക്കതിരൊളി ഉദകുമാ സ്മിതഭൂഷയെ പൂജിച്ചു വാഴ്ത്തിയെന്നും പുംസ്തം നൽകാനിടയ്ക്കവൻ. വെൽഗദേവി മഹാദേവി ഭക്താനുഗ്രഹകാരിണി വെൽഗ സർവസുരാരാധ്യേ വെൽഗ സർവഗുണാലയേ. തൊഴാം നമിക്കാം ദേവേശി ശരണാഗതവത്സലേ. വെൽഗ ദുർഗേ ദുർഗഹന്ത്രി ദുഷ്ടദൈത്യ നിഷൂദിനി ഭക്തിഗമ്യേ മഹാമായി. കൈതൊഴാം ജഗദംബികെ ഭവാബ്ധിതോണിയാം കാത്താരിടുന്ന ഭുവനേശ്വരി. ബ്രഹ്മാദ്യരാമീശ്വരനും നിൻകണത്താൽ ഭജിക്കയാൽ സൃഷ്ടിസ്ഥിതിലയങ്ങൾക്കും ശക്തരായി തീർന്ന നിന്നംബികെ. കനിഞ്ഞാലും ചതുർവർഗദാത്രിയാം പരം കേവലം പ്രണമിപ്പു ഞാൻ. വസിഷ്ഠമുനി ഈ വണ്ണം ഭക്ത്യ വാഴ്ത്യരാക്ഷണം പ്രസന്നയായി തീർന്ന ദുർഗാദേവിയാപരാൽപര. നമിപ്പോർ കാർത്തികോക്കും ശ്രീദേവി. ചെന്നാളനന്തരം സുദ്യുമ്നഗേഹത്തിൽ ചെന്നൻ പൂജ ചെയ്യുക സാദരം. കേൾപ്പിക്ക സുദ്യുമ്നനെ നീ ദേവീ ഭാഗവതം മുനി. നാളൊമ്പതര പുരാണം എനിക്കേറ്റം പ്രിയങ്കരം. കേട്ടാൽ താൻ പുംസ്തമൊന്നൊന്നും അവനുണ്ടായി വന്നിരും. ഏവമോദി മറഞ്ഞാളാ ശിവയും ശിവനും തഥാ. വസിഷ്ഠനാദിക്കു നോക്കി കുമ്പിട്ട ആശ്രമമർന്നുടൻ സുദ്യുമ്നനെ വിളിച്ചോതി ദേവീ പൂജ നടത്തുവാൻ. സിംഹാസനത്തിലവനെ അഭിഷേചിച്ചു മാമുനി. നാട്ടാരെ പ്രീണനം ചെയ്തു കാണാൻ ധർമ്മിഷ്ഠനായ നൃപൻ. ശ്രേഷ്ഠ ദക്ഷിണയോടൊത്തു ചെയ്താൻ വിവിധ യജ്ഞവും മക്കൾ കേൾപ്പിച്ചു നാടാർന്ന ദേവീ സാലോക്യവും നൃപൻ. സകലവുമിക ചൊന്നേൻ വിപ്രലേ സേതിഹാസം. മനുജനിതു പഠിച്ചാൽ ഭക്തിപൂർവം ശവിച്ചാൽ ഭഗവതി കനിവാർന്നിഷ്ടമെല്ലാം അണയ്ക്കും. നിജപദവുമേയം സൗഖ്യവും പിന്നെ നൽകും. ശ്രീ സ്കന്ദപുരാണത്തിലെ മാനസഖണ്ഡത്തിലെ ദേവി ഭാഗവത മാഹാത്മ്യം 3-ാം സമാപദം. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ സ്കന്ധൻ സാക്ഷാത് അഗസ്ത്യർക്ക് പറഞ്ഞു കൊടുത്ത ദേവിയെ സംബന്ധിച്ചൊരു മാഹാത്മ്യ കഥയാണ് നമ്മളിപ്പോൾ കഴിഞ്ഞ അധ്യായത്തിൽ അനുസ്മരിച്ചത്.
ശ്ലോകാഖ്യാനം. ശ്രദ്ധാശ്രാദ്ധദേവ ദമ്പതികൾക്ക് ഒരു പെൺകുട്ടി പിറന്നു. ആൺകുട്ടി ഉണ്ടാകണം എന്ന് വിചാരിച്ച് അതിനു വേണ്ട ഔഷധ സേവ, മന്ത്രസേവ എല്ലാം ചെയ്തു. പക്ഷേ കുട്ടി ഉണ്ടായപ്പോൾ പെൺകുട്ടിയായി. രാജാവ് ചോദിച്ചു, ഇതെന്താ കാരണം? ഹോതാവായിട്ടുള്ള നിങ്ങൾക്ക് സങ്കല്പത്തിന് വ്യത്യാസം വരാൻ എന്താ കാരണം? അപ്പോൾ പറഞ്ഞു, അങ്ങയുടെ മഹാറാണി പത്നി പെൺകുട്ടി ഉണ്ടാവണം എന്ന് നിരന്തരം ആവശ്യപ്പെട്ടു. അതുകൊണ്ടാണ്. എന്റെ പത്നി അങ്ങനെ പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ചെയ്തത് ശരിയായോ എന്ന് എനിക്കറിയില്ല. പക്ഷെ നിങ്ങളുടെ സങ്കല്പം എന്തായിരുന്നു എനിക്കറിയാം. നിങ്ങൾ ഈ പറയുന്നത് സത്യമാണ് എന്ന് എനിക്ക് ബോധ്യം വരണമെങ്കിൽ നിങ്ങളുടെ തപശക്തി ഇപ്പൊ പ്രയോഗിക്കണം. ഈ പെൺകുട്ടിയെ ഇപ്പൊ എനിക്ക് ആൺകുട്ടിയായി കിട്ടണം. അവര് പറഞ്ഞു, അതിനെന്താ വിഷമം? വേഗം അവര് ആ പെൺകുട്ടിയെ മടിയിലെടുത്ത് വെച്ച് തൊട്ട് ജപിച്ചു. തിരിച്ചെത്തിച്ചപ്പോഴേക്കും എന്തുണ്ടായി? പെൺകുട്ടി ആൺകുട്ടിയായിട്ട്. സകല ശാസ്ത്രങ്ങളും പഠിച്ചു. നല്ല യൗവനത്തിലേക്ക് വന്നു. കാലം കുറച്ചു കഴിഞ്ഞു. സുദ്യുമ്നൻ അഥവാ ഇളൻ എന്നൊക്കെ പേര് അറിയപ്പെടുന്നു. ഒരിക്കൽ ഇളാമൃതം എന്നുള്ള പ്രദേശത്ത് ചെന്നപ്പോൾ ഈ ഇളൻ അഥവാ സുദ്യുമ്നൻ വീണ്ടും എന്തായി തീർന്നു? പെൺകുട്ടിയായിട്ട് മാറി. നാട്ടിലെ ചില സപ്താഹത്തിനൊക്കെ പോയ ഇളാമൃതം പോലെയാ. പുരുഷന്മാരെ സ്ഥലത്തേക്കേ പ്രവേശിക്കില്ല. ഇവിടെ അത് പറയാൻ നിർവാഹമില്ല. അപ്പൊ ചോദിച്ചു, എന്താണ് ഈ സ്ഥലത്തിൽ ഇങ്ങനെ വരാൻ കാരണമെന്ന്. പാർവതി പരമേശ്വരന്മാര് സ്വൈരവിഹാരത്തിന് തിരഞ്ഞെടുത്ത സ്ഥലമാണ്. മാത്രമല്ല മഹേശ്വരന്റെ ശാപം കൊണ്ടാണ് ഇളാവൃതത്തിലേക്ക് പുരുഷന്മാർക്ക് ആർക്കും പ്രവേശനമില്ലാത്തത്. എന്തുകൊണ്ട്? പുരുഷന്മാർക്ക് പ്രവേശിച്ചാൽ കുഴപ്പമില്ല, പ്രവേശിച്ചാൽ എന്താവും? അവര് സ്ത്രീകളായിട്ട് മാറും. അപ്പൊ റിസ്ക് എടുക്കുന്നില്ല ആരും. ഒരു പുരുഷന്മാര് അപാകത്തേക്ക് വരുന്നില്ല. അറിയാതെയാണ് ഇളനും കൂട്ടരും എവിടേക്ക് പ്രവേശിച്ചത്. അവര് പെൺകുട്ടികളായിട്ട് മാറി. എന്ത് ചെയ്യും? തിരിച്ചു ചെന്ന് ഈ വിവരങ്ങളൊക്കെ പറഞ്ഞാൽ വിശ്വസിക്കുമോ മാതാപിതാക്കൾ? അവരവിടെ പോയി. ഇതിനിടയ്ക്കാണ് ചന്ദ്രന്റെ പുത്രനായിട്ടുള്ള ബുധനെ കണ്ടത്. എന്തൊരു സുന്ദരനാണ്! ഇളയാണെങ്കിൽ അതിസുന്ദരി എന്നാണ്. ഇവര് തമ്മില് പരസ്പരം കണ്ടു. അനുരാഗത്തിലാണ് പെട്ടതോടുകൂടി പ്രേമത്തിൽ പെട്ടപ്പോൾ പിന്നെ ബാക്കിയ കാര്യങ്ങളൊന്നും അറിയില്ല. അതിനങ്ങനെ കണ്ട് ഇഷ്ടപ്പെട്ട് വിവാഹമൊക്കെ ചെയ്ത് അതിൽ പുത്രനായി കാട്ടിൽ കുറെ കാലം കൂടി. കുറെ കാലം കഴിഞ്ഞപ്പോഴാണ് ഈ പെൺകുട്ടിക്ക് ഓർമ്മ വന്നത്, അയ്യോ ഞാൻ ആൺകുട്ടിയായിട്ട് വന്നതല്ലേ, ഈ ഭൗതിക ജീവിതത്തിന്റെ തിളപ്പിൽ ഞാൻ എല്ലാം മറന്നുപോയല്ലോ. വേഗം ഗുരുനാഥനെ സ്മരിച്ചു. അങ്ങനെ ഗുരുവിന്റെ അടുത്തെത്തി. ഗുരുവിനോടുണ്ടായ വിശേഷങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത്, മഹാദേവന്റെ അനുഗ്രഹം കൊണ്ട് വന്നതാണ്, എനിക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല, നമുക്ക് മഹാദേവനെ ചെന്ന് കാണാം എന്ന് പറഞ്ഞ് മഹാദേവനെ സ്തുതിച്ചു. മഹാദേവനെ സൃഷ്ടമാമുനിയാണ്, വിളിച്ചാ വിളിപ്പുറത്താണ്. മഹാദേവൻ പ്രത്യക്ഷപ്പെട്ടു. അദ്ദേഹത്തിന് ഇങ്ങനൊരു ശാപം കൊണ്ട്, അങ്ങയുടെ ശാപം കൊണ്ട് സ്ത്രീത്വം വന്നുപോയി, പഴയ പോലെ പുരുഷനാക്കി തരണമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, അതൊന്നും നിർവാഹമില്ല, പാർവതിയുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ സ്ഥലത്തിന് ഇങ്ങനെ ശാപം കൊടുത്തത്. പക്ഷെ നിങ്ങൾ എന്നെ സേവിച്ച സ്ഥിതിക്ക് നിങ്ങൾക്ക് വരം തരാതിരിക്കാൻ പറ്റില്ല. ഞാനൊരു വ്യവസ്ഥ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഒരു വ്യവസ്ഥ ചെയ്തു. എന്താ? ഒരു മാസം പുരുഷൻ, ഒരു മാസം സ്ത്രീ. ജനുവരി മാസം പുരുഷൻ, ഫെബ്രുവരി സ്ത്രീ, മാർച്ച് വീണ്ടും പുരുഷൻ. ഇങ്ങനെ 6 മാസം പുരുഷനും 6 മാസം സ്ത്രീയും ഒരു കൊല്ലത്തിന്. നല്ല രസമല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കും. 1-ാം തീയതി മുതൽ 31-ാം തീയതി വരെ പുരുഷൻ, 31 രാത്രി ആവുമ്പോഴൊക്കെ മാറും. പിന്നെ വേഷമൊക്കെ മാറണം, ഡ്രസ് മാറണം, എല്ലാം മാറ്റത്തില്ലേ? അപ്പൊ മഹാദേവൻ ഇങ്ങനെ അനുഗ്രഹിച്ചുള്ളൂ. എന്ത് ചെയ്തു? വേഗം വസിഷ്ഠമാമനി ഭഗവതിയെ ആശ്രയിച്ചു. ആ ഭഗവതിയുടെ മഹത്വം കാണിക്കുകയാണ്. ഇതൊന്നും നമുക്ക് ശ്രീമദ് ഭാഗവതത്തിലില്ല, ദേവി ഭാഗവതത്തിൽ, അതിന്റെ മഹാത്മ്യത്തിൽ പറയുന്ന കഥയാണ്. ജഗദംബികയെ സേവിച്ചപ്പോൾ അമ്മ പറഞ്ഞു, സുദ്യുമ്നന്റെ ഗേഹത്തിൽ പോയിട്ട് ശ്രീമദ് ദേവി ഭാഗവത നവാഹയജ്ഞം ശ്രദ്ധാഭക്തിയോടുകൂടി നടത്തും. അപ്പോൾ ഇദ്ദേഹത്തിന് വീണ്ടും പുരുഷത്വം ലഭിക്കും. അതിൻ പ്രകാരം അവന് നിർവഹിക്കുകയും ദേവിയുടെ അനുഗ്രഹത്താൽ സുദ്യുമ്നന് ഇളയ്ക്ക് വീണ്ടും സുദ്യുമ്നനായിട്ട് കിട്ടുകയും അദ്ദേഹം പിന്നീട് ദേവിയെ സേവിച്ച് ദേവി ലോകത്തെ പ്രാപിക്കുകയും ചെയ്തു. അപ്പോ എന്താണിത് കാണിക്കുന്നത്? ഏതൊരാഗ്രഹം വച്ചിട്ടാണോ ദേവിയെ ശ്രദ്ധാഭക്തിയോടുകൂടി സേവിക്കുന്നത്, അത് ലഭിക്കുകയും
പിന്നീട് ദേവീപദത്തിൽ എത്തിച്ചേരാൻ സാധിക്കുകയും ചെയ്യും. അപ്പൊ ഭൗതിക ജീവിതത്തിന് വേണ്ടത് നൽകും. ഭൗതിക ജീവിതാനന്തരം എന്ത് വേണം? നരാത്മം, അതുപോലെ മോക്ഷം വേണം, അതും നൽകും എന്നാണ്. അപ്പൊ ഈ ലോകത്തിൽ നമുക്ക് എന്തെല്ലാം ആവശ്യമാണ് അതും നൽകും. അതിനുശേഷം മുക്തിയെയും ദേവി നൽകും എന്നാണ് സൂചിപ്പിക്കുന്നത്. ഇത്രയും മഹത്വമാണ് ദേവി ഭാഗവതത്തിന് എന്ന് സൂചിപ്പിക്കുന്നത്. ഇതൊക്കെ കേട്ട് മനസ്സിലാക്കി ഉൾക്കൊണ്ടിട്ട് വേണം നാളെ മുതൽ നമ്മൾ ഈ കഥാഭാഗങ്ങൾ ഓരോന്നും ശ്രദ്ധയോടുകൂടി കേൾക്കാൻ. അടുത്ത അധ്യായം കഴിക്കാൻ സർവത്ര